സംസ്ഥാനത്ത് കാട്ടാനശല്യം രൂക്ഷം. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ജനവാസ മേഖലയിൽ പതിവായി കാട്ടാനകൾ എത്തുന്നതോടെ ഭീതിയിലാണ് നാട്ടുകാർ. പത്തനംതിട്ടയിലും കോതമംഗലത്തും ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തി. പിണവൂർക്കുടിയിൽ കാട്ടാനക്കൂട്ടം വീടിന് മുകളിലേക്ക് മരം മറിച്ചിട്ടു. കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമായതോടെ 500 പേരുടെ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കാൻ വനമന്ത്രിയുടെ നിർദ്ദേശം. കോഴിക്കോട് കൂരാച്ചുണ്ടിലെ ഓട്ടപ്പാലം നിവാസികൾ 22 ദിവസമായി കാട്ടാന ഭീതിയിലാണ്. ദിവസവും രാത്രി ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇന്നലെ ഞങ്ങൾ പേടിച്ച് നിൽക്കുന്നത്. പുറത്തിറങ്ങാൻ തീരെ പറ്റത്തില്ല. കൃഷി, വാഴ, തെങ്ങ് ഇതൊക്കെ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഓട്ടപ്പാലം ഭാഗങ്ങളിലായിരുന്നു ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് മണ്ടോപ്പാറ ഭാഗത്ത് ഒരു 8 മണി മുതൽ രാവിലെ വരെ ആന ഇവിടെ ഉണ്ടാവും. ഒരു 6-7 മണിക്കൊക്കെ ഇടയ്ക്ക് പോവുക അവിടെ നിന്ന്. സമാനമായി കോതമംഗലത്തും പത്തനംതിട്ടയിലെ മലയാലപ്പുഴയിലും ആനഭീതിയുണ്ട്. കോതമംഗലം പിണവൂർക്കുടിയിൽ കാട്ടാനകൾ പൊട്ടനാനിക്കൽ ബിനോയിയുടെ വീടിന്റെ മേൽക്കൂരയിലേക്ക് മരം മറിച്ചിട്ടു. തലനാരിഴക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്. മലയാലപ്പുഴ പുതുക്കുളം വട്ടത്തറയിൽ ഇന്നലെയും ഇന്നുമായി 9 ആനകളും എത്തി. ഇങ്ങനെ കാട്ടാന ഭീതി തുടർക്കഥയായതോടെയാണ് വനം വകുപ്പ് സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുന്ന ഹോട്ട്സ്പോട്ടുകളിലാണ് വനം വകുപ്പ് സ്പെഷ്യൽ റിസർവ് ഫോഴ്സിനെ നിയോഗിക്കുക. 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് യൂണിറ്റുകൾ രൂപവൽക്കരിക്കുന്നത്. 24 മണിക്കൂറും സംഘർഷബാധിത മേഖലകളിൽ ഈ സംഘം പട്രോളിംഗ് നടത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.